അംഗനവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം 10ാം ദിവസത്തിലേക്ക് കടന്നു. സമരക്കാരോടുള്ള സർക്കാരിന്റെ നിഷേധാത്മക നിലപാടുകളിൽ പ്രതിഷേധിച്ച് ഇന്റർനാഷണൽ അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP മാർച്ച് ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 14-ാം തീയതി നടന്ന ചർച്ചയിൽ തങ്ങൾ ഉയർത്തിയ 10 ആവശ്യങ്ങളിൽ ഒന്നിനു പോലും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്നും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമരക്കാർ ആരോപിച്ചു. അതുമാത്രമല്ല, അംഗനവാടി ജീവനക്കാരെ സംസ്ഥാനത്തെ ജീവനക്കാരായി ക്ലാസ് 4 ജീവനക്കാരായിട്ടെങ്കിലും അംഗീകരിക്കണമെന്ന്. അപ്പോൾ 66,100 അംഗനവാടി ജീവനക്കാരെ ഗവൺമെന്റ് ജീവനക്കാരായി മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ഒരു ക്യാബിനറ്റ് ഡിസിഷൻ മാത്രം മതി. അപ്പോൾ അതിന് സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുപോലെ 3 ഗഡുക്കളായിട്ടാണ് അംഗനവാടി ജീവനക്കാർ ശമ്പളം കൊടുക്കുന്നത്. രണ്ടായിരത്തി 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങുന്നത് വരെ അംഗനവാടി ജീവനക്കാർക്ക് ഒന്നിച്ചാണ് ശമ്പളം, വല്ല ഹോണറി ഒന്നിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്.